കേരള യൂണിവേഴ്സിറ്റി ബികോം 5ാം സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 2018 അഡ്മിഷനിൽ മാത്രം നിലവിൽ വന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് അവൈലബിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ കരുതുന്നത് പോലെ ഇതൊരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണെന്നോ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ പറയാനും മാത്രം നമുക്കൊരു ട്രെൻഡ് ആയിട്ടില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ആയിട്ടുള്ളൂ. ഇതൊരു പുതിയ സബ്ജക്റ്റാണ്. അതായത് ഇപ്പോൾ 2019-22 ബാച്ചുകാരാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ സബ്ജക്റ്റ് വന്നിട്ട്. മനസ്സിലാവുന്നുണ്ടോ? 4-5 വർഷത്തെ ചരിത്രമില്ല. ഇതൊരു പുതിയ സബ്ജക്റ്റാണ്. ഈ വന്നിരിക്കുന്ന, അതായത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം പ്രധാനപ്പെട്ടത് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ അവർക്കെല്ലാം തെറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും ഈ സബ്ജക്റ്റിൻ്റെ ട്രെൻഡ് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അവർ ഏത് ഏരിയയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന്. കാര്യം പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മാർക്കറ്റിംഗ് മിക്സ് ചോദിച്ചില്ല, അഡ്വർടൈസ്മെൻറ്റ് ചോദിച്ചില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന പലതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരിക്കലും ഇതൊരു പ്രഡിക്ഷൻ ഒന്നുമല്ല. എന്താണ് വരാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പലതും അതിനകത്ത് ഇല്ലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു പ്രഡിക്ഷൻ ഞാൻ മുതിരുന്നില്ല. എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തത ഇപ്പോഴും ഇല്ല കേട്ടോ. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. സോ ഇതിൽ പല ക്വസ്റ്റ്യനും, ഈ കിടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പല ക്വസ്റ്റ്യനും നമ്മുടെ ടെക്സ്റ്റിൽ അവൈലബിൾ അല്ല. അതായത് നമ്മുടെ സിലബസ് അനുസരിച്ചുണ്ടെന്ന് വാദിക്കാം. കാര്യം സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. ഇതിൽ പല ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചതോ അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ളതോ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തവണത്തെ പരീക്ഷ അങ്ങനെ ആവില്ലെന്ന് വിശ്വസിക്കാം. സോ ഇതിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ആൻസർ പറഞ്ഞു തന്ന ഒരു വർക്കൗട്ടിംഗ് ആണ്. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ അത്ര മാത്രമേ എനിക്ക് ചെയ്തു തരാൻ പറ്റൂ. അല്ലാതെ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷൻ നടക്കില്ല. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ടാക്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ ചെയ്തത് ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആദ്യം തന്നെ അല്ല ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ട് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. അതാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ലെവലുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമായിപ്പോവും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറയാം. ഓക്കെ, സോ ഇതിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് വാട്ട് ഈസ് ഫുൾ മാർക്കറ്റ് കവറേജ് എന്നായിരുന്നു. ഒന്നാമത്തെ ചോദ്യം തന്നെ വളരെ മുഷിപ്പിച്ചതാണെന്ന്. വാട്ട് ഈസ് ഫുൾ മാർക്കറ്റ് കവറേജ്? എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്നത്. കാര്യം ഫുൾ മാർക്കറ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിഫറൻഷിയേഷൻ എതിരായിട്ട് നിൽക്കുക എന്നാണ്. ഫുൾ മാർക്കറ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് സെഗ്മെൻറ്റേഷൻ എന്നാണ്. മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്തുന്നില്ല എന്നാണ്. അതായത് സിംഗിൾ മാർക്കറ്റിംഗ് മിക്സ് ആണ് എൻറ്റയർ മാർക്കറ്റിനും. നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ പല സെഗ്മെൻ്റാക്കി തിരിക്കാതെ ഒരു സിംഗിൾ മാർക്കറ്റിംഗ് മിക്സ്, ഒരൊറ്റ സ്ട്രാറ്റജി ഉപയോഗിച്ച് മുഴുവൻ മാർക്കറ്റും പിടിക്കുന്നതാണ് ഈ ഫുൾ മാർക്കറ്റ് കവറേജ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റേഷൻ നടത്തുന്നില്ല എന്ന് പറയണം. അൺഡിഫറൻഷിയേറ്റഡ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം. അതായത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എതിരാണ് ഈ ഫുൾ മാർക്കറ്റ് കവറേജ്. സോ അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഫുൾ മാർക്കറ്റ് കവറേജ്? അപ്പോൾ ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഒന്ന് നോക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച ടോപ്പിക്കാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും മാർക്കറ്റ് പൊസിഷനിങ്ങും മാർക്കറ്റ് ടാർഗറ്റിങ്ങും ഒക്കെ വരുന്നത്. അതൊരു നല്ല ഏരിയ കേട്ടോ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ അതൊന്ന് വായിച്ച് വെച്ചേക്കുക. ഞാനത് എൻ്റെ ക്ലാസ് ഞാൻ എല്ലാം എടുത്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനും മാർക്കറ്റ് ടാർഗറ്റിങ്ങും മാർക്കറ്റ് പൊസിഷനിങ്ങും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ സെഗ്മെൻറ്റേഷൻ നടത്തുന്നില്ലെന്നാണ്. അതാണ് ഫുൾ മാർക്കറ്റ് കവറേജ്. ദെൻ കസ്റ്റമർ ആരാണ് നമുക്കറിയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പ് മാർക്കറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. റിബേറ്റ്, ഈ റിബേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പല ആൻസർ പറയാം. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് ബേസ് ഓരോ ആൻസറാണ്. ഇൻകം ടാക്സ് ആണെങ്കിൽ വേറൊരു ആൻസറൊക്കെ വരും. എങ്കിലും നമുക്കിവിടെ റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ടുമായിട്ടുള്ള വ്യത്യാസം മനസ്സിലാക്കുക. റിബേറ്റും ഡിസ്കൗണ്ടും. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ വില കുറച്ച് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ നമ്മൾ പറയും എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് താടേ, അതിനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ റിബേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലർ ബയർക്ക് കൊടുക്കുന്ന ഒരു റീഫണ്ടാണ്. അതായത് ദ റിബേറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പർച്ചേസ് പ്രൈസ് റീഫണ്ടഡ് ബൈ ദ സെല്ലർ ടു ദ ബയർ എന്നാണ്. വെൻ ദ ക്വാണ്ടിറ്റി പർച്ചേസ് റീച്ചസ് ദ സ്പെസിഫൈഡ് ലിമിറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ടിൽ കൂടുതൽ നമ്മൾ പർച്ചേസ് നടത്തിയെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അത് നടത്തി കഴിഞ്ഞ് ആ ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ നമുക്കൊരു എമൗണ്ട് അവർ തിരിച്ചു തരും.
ആ ഒരു എമൗണ്ടിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ വാങ്ങുമ്പോൾ തന്നെ വില കുറച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങി പൈസ കൊടുത്തു, 2 വാങ്ങി പൈസ കൊടുത്തു, 3-മത്തെ വാങ്ങി പൈസ കൊടുത്തു, 4-മത്തെ വാങ്ങി, ഇങ്ങനെ കുറേ പ്രോഡക്റ്റ് വാങ്ങി ഒരു ലിമിറ്റിൽ കൂടുതൽ ഞാൻ വാങ്ങിക്കഴിയുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റിൻ്റെ പർച്ചേസ് പ്രൈസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എമൗണ്ട് അവർ തിരിച്ചു തരും. അതിനെയാണ് ഈ കിഴിവ് അല്ലെങ്കിൽ റിബേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിസ്കൗണ്ട് അങ്ങനല്ല, ഞാൻ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ആ വില കുറച്ചാണ് തരുന്നത്. അതാണ് റിബേറ്റും ഡിസ്കൗണ്ടും ആയിട്ടുള്ളൊരു ഡിഫറൻസ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഫുൾ മാർക്കറ്റ് കവറേജായി. കസ്റ്റമർ നിങ്ങൾക്കറിയാം. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ന്യൂ ഹൊറിസോൺസ് ഓഫ് മാർക്കറ്റിംഗ് എന്നൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ, 1ാമത്തെ മൊഡ്യൂളാണ്. അതിൽ ആ ടേമുകൾ നോക്കി വെച്ചിരുന്നാലും മതി. റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 7-8 എണ്ണം ഉണ്ട്. ന്യൂ ഹൊറിസോൺസ് ഓഫ് മാർക്കറ്റിംഗ് 1ാമത്തെ മൊഡ്യൂളിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് വൺ പ്രൈസ് പോളിസി. വൺ പ്രൈസ് പോളിസി എന്ന് പറയുന്നതും എല്ലാ കസ്റ്റമേഴ്സിനും, അതായത് പ്രൈസ് ഡിഫറൻസിയേഷൻ വരുത്താതെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ പ്രൈസ് ചാർജ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന ഒരു ടോപ്പിക്കിനെതിരാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുള്ളൂ. അതായത് ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സർവീസിന് തന്നെ പല കസ്റ്റമേഴ്സിന് പല പ്രൈസ് ചാർജ് ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. അതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ആ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഓപ്പോസിറ്റാണ് ഈ വൺ പ്രൈസ് പോളിസി. ചാർജിങ് സെയിം പ്രൈസ് ടു ഓൾ ദ കസ്റ്റമേഴ്സ് എന്ന് പറയാം. എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ പ്രൈസ് ചാർജ് ചെയ്യപ്പെടുന്നതിനെയാണ് ഈ വൺ പ്രൈസ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4 എറ. ഈ എറാസ് ഓഫ് മാർക്കറ്റിംഗ് ഞാൻ പഠിപ്പിച്ചതാണ്. പ്രൊഡക്ഷൻ എറ, പ്രോഡക്റ്റ് എറ, അങ്ങനെ ഉണ്ടല്ലോ. പ്രൊഡക്ഷൻ പോളിസി അല്ലേ, പ്രൊഡക്ഷൻ പോളിസി, പ്രോഡക്റ്റ് പോളിസി, സെല്ലിംഗ് പോളിസി, മാർക്കറ്റിംഗ് പോളിസി, റിലേഷൻ, അങ്ങനെ 7 എണ്ണം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഫിലോസഫീസ് ഓഫ് മാർക്കറ്റിംഗ് ആ സെയിം സംഭവമാണ്. അത് നോക്കി വെച്ചിരുന്നാൽ മതി. ഫിലോസഫീസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മൊഡ്യൂൾ നമ്പർ 1 പഠിപ്പിച്ചതാണ്. അതിനകത്തുണ്ട് പ്രൊഡക്ഷൻ, പ്രോഡക്റ്റ്, സെല്ലിംഗ്. ഇത് ഓരോ എറയാണ്. കാലഘട്ടം മാറി മാറി വരുന്നതനുസരിച്ചാണ്. ഞാനന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഓരോ കാലഘട്ടം കഴിഞ്ഞ് വരുംതോറും മാർക്കറ്റിംഗ് ഫോക്കസ് കൊടുക്കുന്നത് മാറും. പ്രൊഡക്ഷനിൽ ഫോക്കസ് കൊടുത്തത് പിന്നെ പ്രോഡക്റ്റായി, പ്രോഡക്റ്റ് പിന്നെ സെല്ലിംഗായി, സെല്ലിംഗ് പിന്നെ മാർക്കറ്റിംഗായി, അങ്ങനെ മാറിയാണ് വരുന്നത്. അപ്പോൾ അതിലേതെങ്കിലും 4 എണ്ണം എഴുതി വെച്ചാൽ മതി. അതിനെയാണ് ഈ എറ എന്ന് ചോദിച്ചാലും കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാലും ഫിലോസഫി എന്ന് ചോദിച്ചാലും ആ ഒരു ടോപ്പിക്കാണ് മൊഡ്യൂൾ നമ്പർ 1 ആ ഒരു ടോപ്പിക്ക് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 ന്യൂ ഹൊറിസോൺസ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ ടേമിൻ്റെ മീനിങ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ഇത് ചോദിക്കാൻ വേണമെങ്കിൽ ഫിലോസഫീസ്, കോൺസെപ്റ്റ് അല്ലെങ്കിൽ എറ, പ്രൊഡക്ഷൻ പോളിസി, പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ, പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ, ഇങ്ങനെ വരും. അതിലേതെങ്കിലും 4 എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് നമുക്ക് ദെൻ 7ാമത്തത്. ഓക്കെ, മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ റോൾ എന്താണ്? ഓക്കെ, ടാർഗറ്റ് ഗ്രൂപ്പ് എന്താണ്? ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റ് ടാർഗറ്റിംഗ് ആണ്. നമ്മളൊരു വ്യക്തമായിട്ടൊരു പർട്ടിക്കുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കച്ചവടം, അതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്. എന്താണ് പ്രോഡക്റ്റ്? പുഷ് പുൾ സ്ട്രാറ്റജി പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെടുത്തി മൊഡ്യൂൾ നമ്പർ 5 പറഞ്ഞതാണ്. മൊഡ്യൂൾ നമ്പർ 5 ഒന്നുമില്ല. പുഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കസ്റ്റമറെ നിർബന്ധിക്കുന്നത് പോലെയാണ്. അങ്ങോട്ട് പുഷ് ചെയ്ത് സാധനം വിൽക്കും. പുൾ എന്ന് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ തന്നെ ഇങ്ങോട്ട് വന്ന് ഡിമാൻഡ് ചെയ്യപ്പെടുന്നു. ആ 2 രീതിയിലുള്ള പ്രൊമോഷനെയാണ് പുഷ് സ്ട്രാറ്റജിയും പുൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഡിഫിക്കൽട്ട് ആയിരുന്നു തന്നെ ഞാൻ പറയും. കാര്യം ഇങ്ങനൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ഇന്നതാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇത് തന്നെ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഈ ഡിഫിക്കൽട്ട് ഇനി ചോദിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ആ എറാസ് എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. എറാസ് എന്നോ കോൺസെപ്റ്റ് എന്നോ ഫിലോസഫി എന്നോ ഒന്ന് നോക്കി വെച്ചുതരാം. പിന്നെ ചോദിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാർക്കറ്റിംഗ് മിക്സ് ആണ് ഹൈലൈറ്റ്. ഫസ്റ്റ് മൊഡ്യൂളിൽ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ട്. അതിനകത്തുണ്ട് 7Pയും 4R എന്നൊക്കെ പറഞ്ഞ് 4C എന്നൊക്കെ പറഞ്ഞുണ്ട്. 7Pയും 4Cയും ഒക്കെ ഉണ്ട്. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പേസ്, പൊളിറ്റിക്സ്, ഇങ്ങനെ എന്ത്. പിന്നെ C ഉണ്ട്. ആ സെയിം സംഭവം തന്നെ. അപ്പം മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടല്ലോ, മാർക്കറ്റിംഗ് മിക്സ് ഒന്ന് ഓടിച്ച് വെക്കുക. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസാണ്. എന്താണ് മാർക്കറ്റിംഗ്, ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ്, അതിങ്ങനെ നോക്കി വെക്കുക. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വെക്കണം. ഓക്കെ, പിന്നീട് അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന മാർക്കറ്റിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്തവണയും ചോദിച്ചതാണ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടത്. അതൊന്ന് നോക്കണം കേട്ടോ, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും. പിന്നെ എറാസ്, ഇതൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തൊന്ന് ഓടിച്ചൊന്ന് വായിച്ചാൽ മതി. ജസ്റ്റ് നല്ല എളുപ്പമാണ്. ക്ലാസ് കേട്ട് കഴിഞ്ഞവരാണെങ്കിൽ നന്നായിട്ട് ഓർമ്മ വരും. അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു. 2 മാർക്കിലേക്ക് വന്നാൽ വാല്യൂ ആഡഡ് മാർക്കറ്റിംഗ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. വാല്യൂ ആഡഡ് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റ് ഒരാളുടെ കയ്യിൽ നിന്നും അടുത്ത ആളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ, അതായത് കസ്റ്റമർ അല്ലാതെ തന്നെ പ്രോഡക്റ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് വാല്യൂ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്, ഇപ്പോൾ തേങ്ങ, കോക്കനട്ട് ഉണ്ട്, കോക്കനട്ട്. നിങ്ങളിപ്പോൾ കോക്കനട്ട് ആ തെങ്ങിൽ നിൽക്കുന്ന അതേ ഫോമിൽ തന്നെ ആ കോക്കനട്ട് തേങ്ങ, ആ കോക്കനട്ട് മറ്റൊരാൾക്ക് വിൽക്കുവാണ്. കോക്കനട്ടാണ് വിറ്റത്. ഓക്കെ, ആ പുള്ളിക്കാരൻ ആ കോക്കനട്ട് നമ്മൾ കൊപ്രയാക്കുക എന്ന് പറയും, ഉണക്കി ആ കൊപ്രയാക്കിയിട്ട് ആ കൊപ്രയാണ് വിൽക്കുന്നത്. അത് വാങ്ങുന്നയാൾ അത് വെളിച്ചെണ്ണയാക്കുന്നു. ഇവിടെ ഓരോരുത്തരുടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴും ഇതിനകത്ത് വാല്യൂ ആഡ് ആവുന്നുണ്ട്. ഫൈനലി കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് കോക്കനട്ട് ഓയിലായിരിക്കും. അപ്പോൾ അങ്ങനെ വാല്യൂ ആഡ് ചെയ്ത് മാറ്റുന്നതിനെയാണ്, അതായത് പ്രോഡക്റ്റിന് ഒരു എൻഹാൻസ്മെൻറ്റ്, വാല്യൂ എൻഹാൻസ്മെൻറ്റ് വരുത്തുന്നതിനെയാണ് വാല്യൂ ആഡഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളൊരാൾക്ക് തേങ്ങ വിറ്റാൽ അയാൾ വേറൊരാൾക്ക് തേങ്ങ വിറ്റ് പോയാൽ ഒരിക്കലും ഇത് വെളിച്ചെണ്ണ ആവത്തില്ല. ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊപ്രയാക്കി വെളിച്ചെണ്ണ ആക്കണം. അങ്ങനെ വാല്യൂ ആഡ് ചെയ്തെടുത്ത് മറ്റൊരു പ്രോഡക്റ്റ് ആക്കുന്നത്, അതായത് തേങ്ങ എന്ന് പറയുന്ന പ്രോഡക്റ്റിനകത്തൊരു വാല്യൂ അഡീഷൻ വരുത്തിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ആക്കി എടുക്കുന്നത്. അതാണ് ഈ വാല്യൂ ആഡഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് മാർക്കറ്റിങ്ങും സെല്ലിങ്ങും, അത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ. മാർക്കറ്റിങ്ങും സെല്ലിങ്ങും നമ്മളെ ഡിഫറൻസ് 4 മാർക്കിനും പ്രതീക്ഷിക്കാം. അതൊക്കെ മൊഡ്യൂൾ 1 ആണ്. അപ്പം മൊഡ്യൂൾ 1 ചുമ്മാ കുറേ ടോപ്പിക്കുകളുണ്ട്. മാർക്കറ്റിംഗ് എന്താണ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജ്, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഇത്രയും ഒരു 5 മൊഡ്യൂൾ ഒരുവിധം കവറായി വരുന്നവർക്കാണെങ്കിൽ 1ാമത്തെ മൊഡ്യൂളിൻ്റെ ടോപ്പിക്കിലെ ബേസിക്സ് അറിയാം. പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിങ്ങും സെല്ലും തമ്മിലുള്ള വ്യത്യാസം. 4 മാർക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 മാർക്കിന് ഇപ്പോൾ എന്താ ഉദ്ദേശിച്ചത്, 2 പോയിന്റ് മതിയോ എനിക്കറിയില്ല. എന്തായാലും 4 മാർക്കിനുള്ള ടോപ്പിക് ഉണ്ടത്. പിന്നീട് എറാസും കോൺസെപ്റ്റും ഫിലോസഫിയിലും എല്ലാം ഒന്നാണോ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ എറ, പ്രോഡക്റ്റ് എറ, സെല്ലിംഗ് എറ, പിന്നെ അതിനകത്തുണ്ട് ഇങ്ങനെ 7-8 എറാസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ മാർക്കറ്റിംഗ് മിക്സ്. ഈ ന്യൂ ഹൊറിസോൺസ് ഓഫ് മാർക്കറ്റിങ്ങിലെ ടേമിൻ്റെ മീനിങ് മാത്രം നോക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ മൊഡ്യൂൾ 1. ഇതിപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അയ്യോ ഇത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തുടക്കത്തിലേ നോക്കി വരണം. എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് 1ാമത്തെ മൊഡ്യൂൾ തീരും. ഈ പറഞ്ഞതിൽ കൂടുതലായിട്ട് അതിനകത്ത് ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൻ്റെ നീഡ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. അതിപ്പോൾ പ്രൊമോഷണൽ ആക്ടിവിറ്റി ആയാലും അഡ്വർടൈസ്മെൻ്റ് ആയാലും സെയിൽസ് പ്രൊമോഷൻ ആയാലും പേഴ്സണൽ സെല്ലിംഗ് ആയാലും എന്തായാലും എല്ലാത്തിൻ്റെയും നീഡ് ആൻഡ് അഡ്വാൻറ്റേജസ് ഏകദേശം സെയിം തന്നെയാണ്. നെഗറ്റീവ് ഡിമാൻഡ് എന്താണെന്നൊരു ചോദ്യം. അതെന്താണോ ഈ നെഗറ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രോഡക്റ്റ് ഗുഡ് ക്വാളിറ്റിയാണ്, നമ്മുടെ പ്രോഡക്റ്റിന് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കുഴപ്പം കൊണ്ടാണെങ്കിൽ പിന്നെ നമ്മളിതിനെ തിരുത്തേണ്ടി വരും. നമുക്കതിനകത്ത് ഇനി ഒന്നും ചെയ്യാനുമില്ല. പക്ഷേ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നില്ല. അതായത് അവർക്കൊരു ഡിസ്ലൈക്ക് വരുന്നുണ്ട്. വെൻ എ പ്രോഡക്റ്റ് ഈസ് ഡിസ്ലൈക്ഡ് ബൈ ഓൾ ഇറ്റ്സ് ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഇൻ ജനറൽ, അവർക്ക് ആ പ്രോഡക്റ്റ് വേണ്ട. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. ദ കസ്റ്റമർ ഡസ് ഇൻ നീഡ് എന്നാണ്. നമ്മുടെ പ്രോഡക്റ്റിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തു, പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ടും അവർക്ക് വേണ്ട. ചില കാരണം കൊണ്ട് ആ പ്രോഡക്റ്റ് അങ്ങ് റിജക്റ്റ് ആവണേ. ഇന്ന കാരണം എന്നൊന്നും പറയാനില്ല, പക്ഷേ ആ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നില്ല. അതാണ് ഈ നെഗറ്റീവ് ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കാം, മോഡിഫൈഡ് റീബൈ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് വെച്ച് നോക്കിയാൽ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ മോഡിഫൈഡ് റീബൈ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഇതിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ. സംഭവം ഇത്രയുള്ളൂ. നമ്മളിപ്പോൾ ഒരു കച്ചവടക്കാരൻ, ശ്രദ്ധിച്ചേക്കണേ, ആസ് എ ബിസിനസ് മാൻ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങത്തില്ലേ. അപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു റോ മെറ്റീരിയൽ വാങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തീർന്നപ്പോൾ വീണ്ടും റീഓർഡർ ചെയ്യണ്ടേ. ആ റോ മെറ്റീരിയൽ വീണ്ടും റീഓർഡർ ചെയ്യത്തില്ലേ. 2ാമതോ 3ാമതോ 4ാമതോ പിന്നെ എപ്പോഴോ റീഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തുവാണ്. മോഡിഫൈഡ് റീബൈ എന്നാണ്. നമ്മളിപ്പോൾ ഒരു 100 കിലോ റോ മെറ്റീരിയൽ വാങ്ങി, അത് തീർന്നപ്പോൾ വീണ്ടും അതിൻ്റെ ഓർഡർ തന്നെ കൊടുത്തു, പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടെയോ നമ്മൾ അതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ പറയുവാണ്. നമുക്ക് വേണ്ടുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. മോഡിഫൈഡ് റീബൈ. വീണ്ടും സാധനം വാങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ആ ബൈയിങ് പർച്ചേസിനകത്ത് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തും. നമുക്ക് ഇനി വേണ്ടുന്നത് ഈ ടൈപ്പ് പ്രോഡക്റ്റാണ്, ഈ ഡിസൈനാണെന്ന് മാറ്റി പറയുന്നു. അതിനെയാണ് മോഡിഫൈഡ് റീബൈ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്ക് റോ മെറ്റീരിയൽ തരുന്നത് മിസ്റ്റർ എ ആണ്. ഞാൻ മിസ്റ്റർ എ എടുത്തുനിന്ന് 100 കിലോ റോ മെറ്റീരിയൽ എല്ലാ മാസവും വാങ്ങുന്നുണ്ട്. അപ്പോൾ അയാൾ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ചിനെ പർച്ചേസ് തന്നുകൊണ്ടേയിരിക്കും. ഞാൻ മിസ്റ്റർ എയുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും 100 കിലോ വാങ്ങിക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഒരു ഏപ്രിൽ ആയപ്പോൾ 100 കിലോ റോ മെറ്റീരിയൽ തന്നെ വേണം. പക്ഷേ ഞാൻ വിളിച്ചു പറയുവാണ്, എനിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തി വേണം ഇനി തരാൻ. മോഡിഫൈഡ് റീബൈ. വീണ്ടും ഞാൻ വാങ്ങാൻ തയ്യാറാണ്, പക്ഷേ അത് ഇനി മോഡിഫൈഡ് കണ്ടീഷൻസിലായിരിക്കണം. അതാണ് ഈ മോഡിഫൈഡ് റീബൈ എന്ന് ഉദ്ദേശിക്കുന്നത്.
പിന്നീട് ബ്രാൻഡിങ്, ഓക്കെ ബ്രാൻഡിങ് അറിയാം, ബ്രാൻഡിങ് പഠിപ്പിച്ചു. പ്രൈസിങ്, ഇതാണ് സോഷ്യോളജി മോഡൽ, ലേബലിംഗ്, മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്, ബൈയിങ് സെൻറ്റർ, പ്രോഡക്റ്റ് ഐറ്റം, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് ഐറ്റമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ലൈൻ, പ്രോഡക്റ്റ് ഐറ്റം. അത് നല്ലൊരു ടോപ്പിക്കാണ്. പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് ഐറ്റം, പ്രോഡക്റ്റ് ലൈൻ, അത് ഞാൻ ഒരു ഇമേജ് വെച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലായിട്ടും ഇപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്കിത് ഇവിടെ വീണ്ടും ഈ സോഷ്യോളജിക്കൽ മോഡലിനകത്ത് ഈ പറയുന്നു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരു ഇത് ഓക്കെയാണ്. പ്രോഡക്റ്റ് ഐറ്റം, പ്രോഡക്റ്റ് ലൈൻ, പ്രോഡക്റ്റ് മിക്സ് ഒക്കെ നോക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് 24ാമത്തെ ചോദ്യം. ഓക്കെ, അതായത് 4 മാർക്കിലേക്ക് വന്നു. മാർക്കറ്റിംഗ് ഓക്കെ 2 മാർക്ക് തന്നെ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറയുമ്പോൾ മൊബൈൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ അങ്ങനെ പോകും. അറിയാലോ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ടൂൾ എഴുതാൻ വെച്ചാൽ നിങ്ങൾക്കറിയാം, മൊബൈൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഒക്കെ എഴുതാം. ഓക്കെ, പിന്നീട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ് നെയിം പഠിപ്പിച്ചതാണ്. ഫാമിലി ബ്രാൻഡ്, അംബ്രല്ല ബ്രാൻഡ്, സിംഗിൾ ബ്രാൻഡ്, പിന്നെ എന്താ പറയുക ഇൻഡിവിജ്വൽ ബ്രാൻഡ്, പ്രൊഡ്യൂസർ ബ്രാൻഡ്, അങ്ങനെ പല പല ബ്രാൻഡ് ഉണ്ട്. അത് ബ്രാൻഡിങ്ങിനകത്ത് നമ്മൾ നോക്കിയതാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രാൻഡ് എന്നും പറഞ്ഞു. ദെൻ ഇനി 4 മാർക്ക് കഴിഞ്ഞിട്ട് 4 മാർക്കിലേക്ക് വന്നാൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ, ഫിലോസഫീസും കോൺസെപ്റ്റും സെയിം സാധനമാണ്, ആ സെയിം സാധനമാണ്. ഓക്കെ, അത് നോക്കിക്കോണേ. ഇനി ബെയ്റ്റ് പ്രൈസിങ് എന്നൊരു സംഭവം ചോദിച്ചു. ഇതൊക്കെ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല, ലൈക്ക് ഈ ടെക്സ്റ്റിലൊന്നും കണ്ടിട്ടില്ല. ബെയ്റ്റ് പ്രൈസിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വില തോന്നിപ്പിക്കുന്നൊരു സാധനം വില കുറവാക്കി തെറ്റിദ്ധരിപ്പിച്ച് വിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രോഡ് പരിപാടിയാണ്. Bait pricing refers to an advertising strategy used to attract customers by making them think that they will have to pay less for something that cost more എന്നാണ്. ഭയങ്കര വിലയുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ വലിയ വില കൂടിയൊരു പ്രോഡക്റ്റ് എനിക്ക് വളരെ വില കുറച്ച് കിട്ടി എന്ന രീതിയിൽ വിൽക്കും. ഇത് കൂടുതലും നമ്മുടെയൊക്കെ ഈ സെയിൽസ്മാന്മാരുടെ പറ്റിപ്പ് തന്നെയാണ്. വലിയ വില കൂട്ടി വെച്ചിട്ട് സാറിനായതുകൊണ്ട് 1000 രൂപ കുറച്ചങ്ങ് തരാം, ഈ പരിപാടി തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ പറ്റിപ്പാണ്. അതിനാണ് ഈ ബെയ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ വില കൂട്ടി പറയും, പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ ആ വില കൂടിയത് ഓക്കെ ആണെന്ന് തോന്നുകയും ചെയ്യും. ഒരു പ്രോഡക്റ്റ് ഇവിടെ ഇരിക്കുന്നു, അതിൻ്റെ വില എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പറയാം 600 രൂപ. ആ പ്രോഡക്റ്റിന് ഒരു കാരണവശാലും 600 രൂപ വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പറയും എനിക്ക് വേണ്ട. പക്ഷെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് 600 രൂപയ്ക്കുള്ളതൊക്കെ ഉണ്ട്, കിട്ടിയാൽ കൊള്ളാം, എത്രയിന് തരും. അത് വേണമെന്നുണ്ട്, 600 കള്ളമാണെന്ന് തോന്നുന്നതുമില്ല. അപ്പോഴാണ് അയാൾ ആ നമ്പർ ഇടുന്നത്. ആരോടും പറയൊന്നും ചെയ്യേണ്ട, സാറിനായതുകൊണ്ട്, അല്ലെങ്കിൽ ഡെയിലി ഇവിടെ വരുന്നേക്കല്ലേ. പക്ഷേ ഇത് പുറത്തു ആരോടും പറഞ്ഞോളല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു 500 അങ്ങ് തരാം. ഓട്ടോമാറ്റിക്കലി ഇത് 600 രൂപയുടെ നമുക്ക് 500 കിട്ടിയെന്ന് വിചാരിക്കും. ഈ സെറ്റപ്പിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രോഡ് പരിപാടി, അതാണ് ഈ ബെയ്റ്റ് പ്രൈസിങ്. കള്ളത്തരമാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പ്രലോഭനമാണ്. അതാണ് ബൈറ്റ് പ്രൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീട് സെയിൽസ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയും ചോദിച്ചിരിക്കുന്നുണ്ടോ? അപ്പോൾ അതാ പറയുന്നത്, പ്രൊമോഷൻ, അഡ്വർടൈസിങ്, അതെല്ലാത്തിൻ്റെയും മെറിറ്റ് ഒരുമിച്ച് അങ്ങ് പഠിച്ച് വെച്ചാൽ മതി. CRM ഞാൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നല്ലൊരു ടോപ്പിക്കാണ്. ഓക്കെ, അത് നോക്കിക്കോണം. പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ, സെയിൽസ് പ്രൊമോഷൻ ടൂൾസുകൾ, ഇതെന്താണോ നിശ്ചയ മാർക്കറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങും നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം നിശ്ചയ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചോ. ഇതെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ മാർക്കറ്റാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ മാത്രം വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയാണ്. വളരാൻ പറ്റിയ സ്ഥലം എന്ന രീതിയിലാണ് മലയാളം മീനിങ്. ഒരു പ്രോഡക്റ്റിനെ സ്പെസിഫൈ ചെയ്ത് ഒരു മാർക്കറ്റിലോട്ട് എത്തിച്ചിട്ട് അവിടെ വെച്ച് ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു ജസ്റ്റ് ലൈക്ക് ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് കണ്ടുപിടിച്ച് ആ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് ആ മാർക്കറ്റിൽ നല്ല രീതിയിൽ സക്സസ് ആക്കിയതിന് ശേഷം മാക്സിമം കൊമേഴ്ഷ്യലൈസ് ചെയ്യുക. അങ്ങനത്തെ ഒരു പരീക്ഷണ മാർക്കറ്റ്, ഒരു സ്പെഷ്യൽ സബ് മാർക്കറ്റിനെയാണ് സത്യത്തിൽ ഈ നിശ്ചയ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ മൊത്തം ഇറക്കിയ ഒരു സംശയം, ജയിക്കൂ. സോ അവരെന്ത് ചെയ്യും, ബാംഗ്ലൂർ, ബോംബെ, ചെന്നൈ പോലെയുള്ള കൊച്ചു കൊച്ചു മാർക്കറ്റിലിറക്കി പരീക്ഷണം നടത്തി നോക്കും. അതിനെയാണ് ഈ നിശ്ചയ മാർക്കറ്റ്, ദാറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ മാർക്കറ്റ് ഓൺ വിച്ച് സ്പെസിഫിക് പ്രോഡക്റ്റ് ഈസ് ഫോക്കസ്ഡ്. ചില പ്രത്യേകതരം പ്രോഡക്റ്റുകൾ മാത്രം അവിടെ ഫോക്കസ് ചെയ്യും, അതിലിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ നിശ്ചയ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും 4 മാർക്കിനാണ് ചോദിച്ചത്, പക്ഷേ 4 മാർക്കിനോളൊന്നും അത് അറ്റൻഡ് ചെയ്യത്തില്ല ആരും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ പഠിക്കാനില്ല. അടുത്തറണം സ്കാലോപ്ഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റിൻ്റെ പല പല ജീവിത കാലഘട്ടമാണ്. ഇതൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനേ പോകുന്നില്ലായിരുന്നു. നിങ്ങളുടെ സീനിയേഴ്സ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയവരാരും ഇതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓപ്ഷൻ ഉണ്ട് എന്ന രീതിയിൽ അങ്ങ് വിട്ടു. ഓക്കെ, സ്കാലോപ്ഡ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാലും ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു പ്രോഡക്റ്റിന്
ശ്രദ്ധിച്ച് കേട്ടണം, ഒരു പ്രോഡക്റ്റിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പ്രോഡക്റ്റിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് യൂസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് പലതിലെയും സെയിൽസ്, പലതിൻ്റെയും ലൈഫ് സൈക്കിൾ വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ എക്സ് എന്നൊരു പ്രോഡക്റ്റ് എടുക്കുക. ഈ എക്സ് എന്ന പ്രോഡക്റ്റിന് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയ 3 വ്യത്യസ്തങ്ങളായ യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ മാഗ്നറ്റ്, കാന്തം. മാഗ്നറ്റിൻ്റെ യഥാർത്ഥ യൂസ് എന്താ? ഇപ്പോൾ നമ്മൾ പറയും മുട്ടുസൂചി ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനാണെന്ന്. അത് നമ്മുടെ യൂസ്. യഥാർത്ഥത്തിൽ കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ യൂസ് എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. മാഗ്നറ്റ്, കാന്തം എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആകെ അറിയാവുന്നത് അങ്ങോട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയാണ്. മുട്ടുസൂചിയൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ഈ മുട്ടുസൂചി ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മുടെ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിന് പല യൂസ് കാണും, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. സപ്പോസ് ഞാനതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് 3 യൂസ് ഉണ്ട്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ യൂസിന് വേണ്ടിയും ഓരോ ലൈഫ് സൈക്കിളായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആദ്യത്തെ യൂസിനകത്ത് ഗ്രോത്ത് സ്റ്റേജിൽ കയറി കാണും, രണ്ടാമത്തെ യൂസിനകത്ത് ചിലപ്പം മെച്യൂരിറ്റി കയറി കാണും. അങ്ങനെ ഒരു പ്രോഡക്റ്റിന് പല യൂസ്, അതായത് പല രീതിയിലോട്ട് ഈ ലൈഫ് സൈക്കിൾ കയറി പോകുന്നതിനെയാണ് ഈ സ്കാലോപ്ഡ് PLC എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പാറ്റേൺ കുഡ് ബി ഈസിലി സീൻ ഇൻ വെൻ ദ സെയിൽസ് പാസ് ത്രൂ എ സക്സഷൻ ഓഫ് ലൈഫ് സൈക്കിൾ ബേസ്ഡ് ഓൺ ദ ഡിസ്കവറി ഓഫ് ന്യൂ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ യൂസേഴ്സ് എന്നാണ്. നമ്മുടെ പ്രോഡക്റ്റിന് പുതിയ യൂസേഴ്സ് ഉണ്ടാവുകയോ പുതിയ തരം ക്യാരക്ടറിസ്റ്റിക്സിലൂടെ പുതിയ യൂസ് ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ പല രീതിയിലായിരിക്കും ലൈഫ് സൈക്കിൾ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതാണ് ഈ സ്കാലോപ്ഡ് PLC എന്ന് പറയുന്നത്. വെറുതെ കേട്ടിരിക്കുക, കാര്യം ഇത് വെച്ചിട്ട് നമ്മൾ വലുതായിട്ടൊന്നും എഴുതാൻ പോകുന്നില്ല. ദെൻ മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാണ്? പ്രോഡക്റ്റ് പൊസിഷനിങ്, വേരിയസ് ബ്രാൻഡിങ് അപ്രോച്ചസ്. ഓക്കെ, വേരിയസ് ബ്രാൻഡിങ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ട്, പ്രോഡക്റ്റ് ബ്രാൻഡിങ് ഉണ്ട്, കോർപ്പറേറ്റ് ബ്രാൻഡിങ് ഉണ്ട്, സർവീസ് ബ്രാൻഡിങ് ഉണ്ട്, കോ ബ്രാൻഡിങ് ഉണ്ട്, ഓൺലൈൻ ബ്രാൻഡിങ് ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പലതരത്തിലുള്ള ബ്രാൻഡിങ്ങുകളാണ്. അതാണ് അവിടെ വേരിയസ് ബ്രാൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടോ essay വലിയ പ്രശ്നമില്ലാതെ ഊരിപ്പോയി. കഴിഞ്ഞ തവണ essay വലിയ കുഴപ്പമില്ലായിരുന്നു. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ചോദിച്ചു. പിന്നെ അഡ്വർടൈസിങ് ക്യാമ്പയിൻ, അത് വിട്ടേക്കുക. അഡ്വർടൈസിങ് ക്യാമ്പയിൻ്റെ സ്റ്റെപ്സാണ്, അത് വേണ്ട, വിട്ടേരാം. ബൈയിങ് പ്രോസസ്സ് കിട്ടും, മൊഡ്യൂൾ 2 ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ essay വന്നു, ബൈയിങ് പ്രോസസ്സ്, ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. നിങ്ങൾ ഇമ്പോർട്ടൻസ് ഓഫ് ഫീച്ചേഴ്സൊക്കെ വെച്ച് എഴുതിയാൽ മതി. മാർക്കറ്റിംഗ് എന്തിനാണെന്നാണ്, അത് ഇമ്പോർട്ടൻസ് എഴുതിയാലും മതി. ഓക്കെ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വന്നു. ദെൻ ബ്രാൻഡ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ essay വന്നെങ്കിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് PLC കിട്ടും, ബൈയിങ് പ്രോസസ്സ് കിട്ടും, മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് കിട്ടും, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ തവണത്തെ essay ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ആണെന്ന് പറയാത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ അതുപോലെ കാണാൻ പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമുക്കിപ്പം വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. ഫസ്റ്റ് തൊട്ട് 5th വരെയുള്ള മൊഡ്യൂളിൽ ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കേട്ടതിൽ നിന്നും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ, ഇപ്പോൾ എക്സാമ്പിൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ആ എറ ഒന്ന് നോക്കി വെക്കുക, മാർക്കറ്റിങ്ങും സെല്ലിങ്ങും ഡിഫറൻസ് നോക്കുക. പിന്നെ നമുക്കുള്ളത് മാർക്കറ്റിംഗ് മിക്സ് ആണ്. ഒരൊറ്റ ചോദ്യം പോലും ചോദിച്ചിട്ടില്ലായിരുന്നു. എനിക്കറിയില്ല, മാർക്കറ്റിംഗ് മിക്സ് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക്. പക്ഷേ എത്തവണ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു essay ആണത്. മാർക്കറ്റിംഗ് മിക്സിൽ മറ്റേ പീസും കുറേ സീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. കസ്റ്റമർ ബിഹേവിയറിൽ ബൈയിങ് പ്രോസസ്സ് തന്നെ നോക്കുക. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ഇപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മാർക്കറ്റ് ടാർഗറ്റിംഗ്, പൊസിഷനിങ്, അതുപോലെ തന്നെയാണ് പ്രോഡക്റ്റ് ലൈൻ, ആ ഒരു ടോപ്പിക് ഇങ്ങനെ വരും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു ടോപ്പിക് ഉള്ളത് പോലും കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ ഇട്ട ആൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഡിസ്ട്രിബ്യൂഷനും കണ്ടില്ല, ലോജിസ്റ്റിക്സും കണ്ടില്ല. പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, അതൊന്നും ചോദിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നത് നമുക്ക് ഒരിക്കലും ഒരു പറയാൻ മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇനി അതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാനും പറ്റില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 5 മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ള അത്രയും നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ഓപ്ഷൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയകൾ ഇതൊക്കെയാണ്. എങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേക്കാം, അത് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മൊഡ്യൂൾ അങ്ങനെ നോക്കുക. പിന്നീട് സെക്കൻഡ് മൊഡ്യൂളിൽ ബൈയിങ് പ്രോസസ്സ് ഉണ്ട്, അത് തന്നെ നോക്കി വെച്ചേക്കുക. പിന്നീട് നമുക്ക് പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞോടൊന്നും ചോദിച്ചില്ല വലുതായിട്ടെങ്കിലും പ്രൈസിങ്ങിൻ്റെ ഡിഫറൻറ്റ് മെത്തേഡ്സ് നോക്കുക. ഓക്കെ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്തായാലും നോക്കി വെച്ചേക്കുക. സ്കിമ്മിങ് പ്രൈസിങ്, പെനിട്രേഷൻ പ്രൈസിങ്, അങ്ങനെയൊക്കെ ഒരു ഏരിയ വരും. പ്രൊമോഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കഴിഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് തൊട്ടില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഈ പ്രധാനപ്പെട്ടത് നമ്മൾ വിശ്വസിക്കുന്നതൊക്കെ തന്നെ വരുമായിരിക്കാം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിനകത്ത് തന്നെ അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എങ്ങനെയാണ്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് കുറച്ച് മുഴച്ച് നിൽക്കുന്ന ഓരോ മൊഡ്യൂളിലും നന്നായിട്ട് മുഴച്ച് നിൽക്കുന്ന, ഞാൻ ക്ലാസ്സിൽ ഇത് പറയുന്നുണ്ട്, ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇന്ന ടോപ്പിക്കുകൾ നോക്കി വെച്ചേക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വർക്കൗട്ട് ചെയ്യാമെന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂ. കാര്യം വീണ്ടും പറയുന്നു, 2018 വന്ന ഒരു പുതിയ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിലെ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ
എന്താണ് ഇങ്ങനെ ചോദ്യം ഇട്ടത് നമുക്ക് തന്നെ അറിയത്തില്ല. എസ് എ മാത്രം ഓക്കെ എന്ന് പറയാം, ബാക്കി എല്ലാം തന്നെയും കംപ്ലീറ്റ്ലി ഒരു MBA മാർക്കറ്റിംഗ് ലെവലിലായിപ്പോയി. അതായത് ഇത്തവണ നമ്മൾ അങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ കേട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഞാൻ 5 മൊഡ്യൂളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ.